വി പ്രീസ്റ്റ് ആൻഡ് റിലീജിയസ് ആർ സെറ്റ് അപ്പാർട്ട്. നമ്മൾ വേർതിരിക്കപ്പെട്ട് മാറ്റിവെക്കപ്പെട്ടവരാണ് ദൈവത്തിന് വേണ്ടി. കോൺസെക്രേറ്റഡ്, സമർപ്പിതരാണ്. അതേപോലെ വേണം നമ്മൾ ജീവിക്കാൻ. ആൾക്കാർക്ക് ശുശ്രൂഷ ചെയ്യുക എന്നുള്ള പേരിൽ എല്ലാം കൂട്ടിക്കുഴച്ച് നമ്മൾ വെക്കരുത്. നമ്മളൊരു ഡിസ്റ്റൻസ് വെക്കണം. ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു സെറ്റ് അപ്പാർട്ടിൻ്റെ ബൗണ്ടറി, ഹെൽത്തി ബൗണ്ടറി. ആൾക്കാർ സഹായിക്കണം, ആൾക്കാർ ശുശ്രൂഷ ചെയ്യണം, ആൾക്കാർക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മൾ അവൈലബിൾ ആയിരിക്കണം, ആൾക്കാർ പ്രാർത്ഥന കൊണ്ട് സപ്പോർട്ട് ചെയ്യണം, ആവശ്യമുള്ള ചാരിറ്റി ഒക്കെ ചെയ്യണം. എങ്കിലും നമ്മളെ തന്നെ വേൾഡ്ലി ആക്കരുത്, ലൗകികമാക്കരുത്. വി ആർ സെറ്റ് അപ്പാർട്ട്. വേർതിരിക്കപ്പെട്ടവരാണ്, മാറ്റിവെക്കപ്പെട്ടവരാണ്. അതിൻ്റെ ഒരു സീക്രട്നെസ് നമ്മൾ കീപ്പ് ചെയ്യണം. ഹെൽത്തി ബൗണ്ടറി എന്ന് വെച്ചാൽ ആൾക്കാരെ തട്ടിമാറ്റാനല്ല ഞാൻ പറഞ്ഞ്. ആൾക്കാരുടെ ഇടയിൽ അവരോട് ഇടപഴകി ശുശ്രൂഷ ചെയ്യുമ്പോഴും ദർ ഈസ് എ സെറ്റ് അപ്പാർട്ട്. ഉള്ളുകൊണ്ട്, പുറമെ അവരിങ്ങനെ മാറ്റി നിർത്താനല്ല. നമുക്കറിയാം ചില ബൗണ്ടറികളുണ്ട്. വ്രതങ്ങളെടുത്തവരാണെങ്കിൽ വ്രതത്തിൻ്റെ ബൗണ്ടറികളുണ്ട്. പൗരോഹിത്യം സ്വീകരിച്ചവർ അതിൻ്റെ ചില ബൗണ്ടറികളുണ്ട്. ലൗകികമായിട്ട് ജീവിക്കരുത്. അപ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെട്ട ഒരു വിശുദ്ധ ജീവിതം നയിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മൾ വചനപ്രഘോഷണമൊക്കെ നടത്തുമ്പോൾ നമുക്കും കൂടി ഹൃദയവിശുദ്ധി, ജീവിത വിശുദ്ധി ഉണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. വിശുദ്ധിയോടുകൂടെ നമുക്ക് വചനം പങ്കുവയ്ക്കാനായിട്ട് പറ്റണം. മറ്റുള്ളവരോട് അനുസരിക്കാൻ പറയുമ്പോൾ നമ്മളും ദൈവവചനവും ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. നമ്മുടെ പേഴ്സണൽ ലൈഫിൽ എങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്നത്? ആരുമില്ലാത്ത സമയത്ത് വാട്ട് ഈസ് മൈ ഫെയ്ത്ത്ഫുൾനെസ് ടു ഗാഡ്? എന്താണ് ദൈവത്തോടുള്ള എൻ്റെ വിശ്വസ്തത? ആൾക്കാർ കാണിക്കാൻ വേണ്ടിയിട്ടാണോ, അതോ എൻ്റെ ഹൃദയം ദൈവത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നുണ്ടോ? ലൈക്ക് എ സൺഫ്ലവർ ദാറ്റ് ടേൺസ് ടുവേർഡ്സ് ദ സൺ. സൂര്യകാന്തി പുഷ്പം സൂര്യന് നേരെ തിരിഞ്ഞിരിക്കുന്നത് പോലെ എൻ്റെ ഹൃദയം ദൈവത്തിന് നേരെ തിരിഞ്ഞിരിക്കുന്നുണ്ടോ, അതോ എതിരാണോ തിരിഞ്ഞിരിക്കുന്നത്? ചെക്ക് ചെയ്യാം, പരിശോധിക്കാം. മനസാക്ഷി പരിശോധന, എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്. മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരമാണ് മുഴങ്ങി കേൾക്കേണ്ടത്. നമ്മൾ മറ്റ് പല സ്വരങ്ങളും കേൾക്കാനായിട്ട് പോയിട്ട്, ലോകത്തിൻ്റെയും ദുഷ്ടാരൂപികളുടെയും ഒക്കെ സ്വരം കേൾക്കാൻ പോയിട്ട് മനസാക്ഷിയിൽ നമുക്ക് നമ്മുടെ ദൈവത്തിൻ്റെ സ്വരം മിസ്സായി പോകുന്നുണ്ടോ? മനസാക്ഷിയിൽ ദൈവത്തിൻ്റെ സ്വരം ശുദ്ധമായിട്ട്, വ്യക്തമായിട്ട്, ശക്തമായിട്ട് മുഴങ്ങട്ടെ. അത് കേട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവവചനം കേട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിയോഗിച്ച അധികാരികൾ ദൈവകൽപ്പനകൾ അനുസരിക്കാൻ സഹായിക്കുമ്പോൾ അതിനനുസരിച്ച് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഓരോ ക്രിസ്ത്യാനിയും ക്രിസ്തുവിൻ്റെ അനുയായിയാണ്, ക്രിസ്തുവിൻ്റെ ഡിസൈപ്പിളാണ്. ക്രിസ്തുവിൻ്റെ പിന്നാലെ ക്രിസ്തുവിൻ്റെ പാതയിൽ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവരാണ്. അതുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതം നമുക്ക് സീരിയസ് ആയിട്ട് എടുക്കാം. നമ്മുടെ സന്യാസ ജീവിതം, പൗരോഹിത്യ ജീവിതം സീരിയസ് ആയിട്ട് എടുക്കാം. ചില കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യരുത്. പിടിക്കേണ്ട മൂല്യങ്ങൾ നമ്മൾ പിടിക്കണം, വിടേണ്ട തിന്മകൾ നമ്മൾ വിടണം. അങ്ങനെ ദൈവത്തിനു മുമ്പിൽ ദൈവം ആഗ്രഹിക്കുന്ന പോലെ, നമ്മുടെ നന്മയ്ക്ക് വേണ്ടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ദൈവ സന്നിധിയിൽ, ദൈവത്തിൻ്റെ മുമ്പാകെ പരിശുദ്ധരും നിഷ്കളങ്കരുമായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. നമ്മുടെ നിഷ്കളങ്കത, ഇന്നസെൻസ് ഒക്കെ എവിടേക്കോ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇന്നസെൻ്റായിട്ട്, നിഷ്കളങ്കമായിട്ട്, കളങ്കമില്ലാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ നമ്മിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യം മറ്റുള്ളവരിലേക്കും ഒഴുകും. അങ്ങനെ യഥാർത്ഥ അനുസരണത്തിൻ്റെ അരൂപി നമുക്കുണ്ടാവട്ടെ. നമ്മൾ അനുസരിക്കുമ്പോൾ ദൈവം ഹാപ്പി ആവുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കേണ്ടത്. നമുക്ക് അനുസരണം ഉണ്ടെങ്കിൽ അതിലൂടെ ദൈവം ഹാപ്പി ആവണം. അനുസരിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ദൈവം ഹാപ്പി അല്ലെങ്കിൽ എന്താ ഉപകാരം? അപ്പോൾ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്ന, ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന, ദൈവത്തെ ഹാപ്പി ആക്കുന്ന അനുസരണം നമുക്കുണ്ടാവട്ടെ.
ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന അനുസരണക്കേട് നമുക്കുണ്ടാകാതിരിക്കട്ടെ. നമ്മുടെ വ്യക്തിത്വവും നമ്മുടെ എല്ലാ ഭാഗങ്ങളും അവയവങ്ങളും നമ്മുടെ ജീവിതം മുഴുവനും പരിശുദ്ധ റുഹായ്ക്ക്, പരിശുദ്ധാത്മാവിന് സമർപ്പിക്കാം. ഈ പെന്തക്കോസ്താ തിരുനാളിന് ഒരുങ്ങുമ്പോഴെങ്കിലും നമ്മളെ പൂർണ്ണമായിട്ടും പരിശുദ്ധാത്മാവെടുത്ത് ഉപയോഗിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ ആലയങ്ങളല്ലേ നമ്മൾ? പരിശുദ്ധാത്മാവിൻ്റെ ആലയം, എൻ്റെ ഉള്ളിൽ വസിക്കുന്നത് പരിശുദ്ധാത്മാവാണോ? സജീവമായിട്ട് വസിക്കുന്നത്? എൻ്റെ ഫുള്ള് കൺട്രോൾ പരിശുദ്ധാത്മാവിൻ്റെ കയ്യിലാണോ? അങ്ങനെ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവം നിങ്ങൾ ഓരോരുത്തരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. നെറ്റിയിൽ കുരിശ് വരച്ച് ഈശോ തന്നെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, സംരക്ഷിക്കട്ടെ. God bless you. Reign the Holy Ruach, Lord. Reign forevermore.